ഡോക്ടർ എലിസബത്ത് ഉദയൻ, ആക്ടർ ബാല, ഇവരെ ഒന്നും നമുക്ക് പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല. കാരണം ബാല എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ്. കാരണം എന്തൊക്കെയോ ഉടായ്പകളെല്ലാം കാണിച്ച് ബാലയ്ക്കെതിരെ കേസും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ ബാല ചെറുതായിട്ട് എലിസബത്തിനെ ഇപ്പോൾ പേടിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ പരുവത്തിന് പുള്ളിക്കാരൻ ഒളിച്ചിരിക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരുടെ പ്രവർത്തനങ്ങൾ, അതായത് അബ്യൂസിങ്, ഭീഷണി, ത്രട്ടണിങ്, ഇതൊന്നും പുള്ളി നിർത്തുന്നില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ എലിസബത്ത് പുതിയൊരു വീഡിയോയിലൂടെ വന്ന് പങ്കുവച്ചിരിക്കുന്നത്. ആൾക്കാർ വിചാരിക്കുകയും ചെയ്ത് നമുക്ക് വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതെടുത്തിട്ട് ചെയ്യുവാണെന്ന്. അതുകൊണ്ടല്ല, നമ്മൾ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഡിബേറ്റ് തുടങ്ങിയപ്പോൾ അക്കൂട്ടത്തിൽ വന്ന മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ജെനുവിൻ ആണെന്ന് നമുക്ക് തോന്നിയ ഒരു കണ്ടന്റ് ആയിരുന്നു ഡോക്ടർ എലിസബത്ത് ഉദയൻ. അത് പ്രത്യേകിച്ചില്ലേ, ബാക്കി പറഞ്ഞ പോലെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന മാധ്യമങ്ങളാകട്ടെ, ഓൺലൈൻ ചാനൽസ് ആകട്ടെ, അത് ഒട്ടും ഫോളോ അപ്പ് ചെയ്യുന്നില്ല. ശരിക്കും ഫോളോ അപ്പ് ചെയ്യേണ്ട, സമൂഹത്തിലേക്ക് ഇത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് പോലും ആ എലിസബത്ത് എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടിക്ക്, ഡോക്ടർ എലിസബത്ത് ഉദയന് ഈ നീതി മേടിച്ചു കൊടുക്കാനായിട്ട് ഒരു മാധ്യമങ്ങളും പിന്നീട് അങ്ങോട്ട് ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിഷയം അതിന്റെ അപ്ഡേഷൻസ് വരുമ്പോൾ പ്രോപ്പറായിട്ട് ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഇതിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടില്ലേ ശാരിക, ഇതൊരു ലൈവിൽ വന്നിരിക്കുകയാണ്. ലൈവിൽ സ്ഥിരമായിട്ട് കൊടുക്കുന്നൊരു ടാഗാണ് ഹായ് എന്ന് പറയുന്നത്. സാധാരണ ഇപ്പോൾ അതിന് മുമ്പത്തെ തൊട്ട് ഈ ഹായ് വരുന്നതിന് മുമ്പ്, അതായത് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ എലിസബത്ത് ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പത്തെ ദിവസം പുള്ളി വളരെ ഹാപ്പി ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് റോഡിലൂടെ ഓട്ടോ കിട്ടാത്തതുകൊണ്ട് നടന്ന്, അല്ലെങ്കിൽ യൂബർ കിട്ടാത്തതുകൊണ്ട് നടന്നു വരുന്ന കുറേ സീനും, അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് കുറേ പേര് അവർക്ക് മെയിൽ അയച്ച് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഡിപ്രഷനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനുള്ള ടിപ്സ് ഒക്കെ എങ്ങനെയാണ് എലിസബത്ത് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഒരുപാട് മെയിലുകൾ അവരെ അന്വേഷിച്ചു വരുന്നു. കാരണം അവർ ഡിപ്രഷൻ വിജയിച്ചൊരു സ്ത്രീ. ഇനി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല എലിസബത്തിന് ഡിപ്രഷനിലേക്ക് പോകുന്നു. കാരണം അവർ സ്വയം ആ ഒരു ശക്തി ആർജിച്ചുകൊണ്ട്, ഈവൻ പിൽസ് ഇപ്പോൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അതിനപ്പുറം അവരുടെ മനസ്സിന്റെ ഒരു പവർ കൊണ്ട് അവരതിനെ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, ഷീസ് ഓൾസോ എ ഡോക്ടർ, അതുകൊണ്ട് തന്നെയും അതോടൊപ്പം തന്നെ അവർ ഇതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഡിപ്രഷന്റെ എല്ലാ ഭീതിജനകമായ വഴികളിലൂടെയും കടന്നുപോയത് കൊണ്ട് തന്നെ, അത് ഓവർകം ചെയ്ത ആളായത് കൊണ്ട് തന്നെയും ആൾക്കാർ ഒരുപാട് അഭിപ്രായങ്ങൾ, ഇപ്പോൾ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അതിനൊക്കെ മറുപടികളൊക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് വന്നൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഓൾ ഓഫ് എ സഡൻ പിറ്റേ ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ത്രട്ടൺ ചെയ്യുകയും തന്നെ കളിയാക്കുകയും, അതായത് വളരെ മോശപ്പെട്ട കമന്റ്സുകൾ ഇടുകയും ചെയ്ത്, തന്നെ ബാഡ് കമന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട്, അതായത് അബ്യൂസിങ് കമന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് പിന്നെയും എലിസബത്തിനെ, അതായത് ഈ ഡിപ്രഷനിലായിരിക്കുന്ന ആൾക്കാരെ എപ്പോഴും ഒരു ചാഞ്ചാടുന്ന തോണി പോലെയാണ്, അവരെങ്ങോട്ട് വേണമെങ്കിലും ചായാം. അപ്പോൾ ആ സ്റ്റേബിൾ മൈൻഡ് അല്ല അവർക്ക് എപ്പോഴും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവരുടെ ഹൃദയത്തെ ചിലപ്പോൾ വേറെ ഏത് ദിശയിലേക്ക് തള്ളി കളഞ്ഞേക്കാം. അത് വ്യക്തമായി അറിയാവുന്ന ആരോ ഒരാൾ ഇത് അയാളെ കൊണ്ട് ചെയ്യിക്കുന്നതാണെന്നാണ് എലിസബത്ത് പറയുന്നത്. കമന്റിന്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ എടുത്തു വെച്ചിട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നു, ഇതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് കൃത്യമായിട്ടും ചെയ്യാനുള്ളത് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണെന്നൊക്കെ എലിസബത്ത് ആ ഒരു പേര് കൃത്യമായിട്ടൊരു ഫേക്ക് ഐ ഡി ആണോ യഥാർത്ഥ ഐ ഡി ആണോ അറിയാത്തതുകൊണ്ട് ആ പേര് കൃത്യമായിട്ട് കാണിക്കാതെ ലേഡിയുടെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത് എലിസബത്ത് പറയുന്നുണ്ട്. അത് മറച്ചുകൊണ്ടാണ് എന്തായാലും ഒരു കമന്റുകൾ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നൊക്കെയുള്ള രീതിയിലാണ്, ജീവന് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നൊക്കെയുള്ള രീതിയിലാണ് കമന്റുകൾ. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എലിസബത്ത് ആ ഒരു സ്ക്രീൻഷോട്ട്സ് ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് വളരെ കാര്യമായിട്ടാണ് എലിസബത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എലിസബത്ത് പറയുന്നത്, ഞാൻ ഒരിക്കലും പണ്ട് കസ്തൂരി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നുകൊണ്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എലിസബത്തിനെ തളർത്തുമ്പോൾ എലിസബത്തിന്റെ സൗണ്ട് ഷിവർ ചെയ്തിരുന്നു. ഇപ്പോൾ എലിസബത്ത് അങ്ങനെയല്ല സംസാരിക്കുന്നത്. എലിസബത്ത് വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ എലിസബത്ത് ചോദിക്കുന്നുണ്ട്, ഇത് ആരോ പറഞ്ഞ് ചെയ്യുന്നതാണ്, മറ്റേ ആള് മാളത്തിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നു, അബ്യൂസീവ് ആയിട്ടുള്ള ആ ഒരു വ്യക്തി ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ ഇനി കൂടുതൽ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ട് എവിടെയോ ഒളിച്ചിരിക്കുകയാണ് എന്ന രീതിയിലായതുകൊണ്ട് തന്നെയും എലിസബത്തിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. നല്ല നല്ല ഫോട്ടോസ് ഇടുന്നു, നല്ല നല്ല ലൈവുകൾ ചെയ്യുന്നു, ഏതെങ്കിലും പുതിയ സ്ഥലങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നു, തൻ്റെ ഒരു മാനസികമായിട്ട് ഉല്ലാസത്തെക്കുറിച്ച് ജനങ്ങളോട് പറയുമ്പോൾ അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ എലിസബത്തിനെ തളർത്താൻ പറ്റുന്ന വഴികൾ ഇതാണ് എന്നൊരു പക്ഷേ തോന്നിക്കുന്നത് കൊണ്ടാവാം ഇങ്ങനെയുള്ള കമന്റുകൾ ഇട്ടുകൊണ്ട്, അതായത് നിനക്കിനി പ്രാർത്ഥിച്ചിട്ട്, പിന്നെയും വളരെ അബ്യൂസീവ് ആയിട്ടുള്ള പറയുന്ന കാര്യം, എലിസബത്ത് ഏതോ ഒരു സിനിമാ നടനെ, വെങ്കടേഷോ ഒരു സിനിമാ നടനെ, തെലുങ്ക് സൂപ്പർ സ്റ്റാറിനെ കാണാൻ പോകുന്ന കാര്യമൊക്കെ നമ്മളോട് ഷെയർ ചെയ്തിരുന്നു. അപ്പൊ ഇനി നീ അടുത്ത സിനിമാ നടനെ പിടിക്കാൻ പോയിരിക്കുകയാണല്ലേ, അപ്പോൾ ഇതാണ് നിന്റെ പണി, ഇനി ഒരാളുടെ ജീവിതം നശിപ്പിച്ചു, അടുത്ത ആളുടെ ജീവിതത്തിലേക്ക് ഇനി വലയിടാൻ പോവുകയാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ആൾക്കാർ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം എലിസബത്ത് ഉദയനെ കുറിച്ചുള്ള ഒരു ഇമേജ്, മലയാളികളുടെ ഇമേജ് അവരോട് ഇഷ്ടമാണ്, അവർക്കൊരു നീതി കിട്ടണമെന്ന് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 90% മലയാളികളും എലിസബത്ത് ഉദയന് തീർച്ചയായിട്ടും നീതി കിട്ടണമെന്നും ബാലയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് മലയാളികൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇതിന് ചെയ്യേണ്ട ആൾക്കാർ നിയമത്തിന്റെ ഭാഗത്തു നിന്നാണ് ചെയ്യേണ്ടത്. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ അത്രയ്ക്ക് പ്രബലനാണ്, ഈ പറയപ്പെടുന്ന ബാല എന്ന് പറഞ്ഞ വ്യക്തി. അതുകൊണ്ട് തന്നെയും ഇത് നിയമത്തിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഈ പറഞ്ഞ എലിസബത്തിന് കിട്ടാൻ സാധ്യതയുള്ളൂ. സോ അവർ അതിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ
ഈ അപ്പുറത്തിരിക്കുന്ന ആൾക്ക്, എലിസബത്താണ് ഇത് പറയുന്നത്, അപ്പുറത്തിരിക്കുന്ന ആൾക്ക് അറിയാം, ഈ പറയുന്ന ബാലയാണോ ബാലയുടെ കൂട്ടാളികളാണോ അവർക്കറിയാം മാനസികമായിട്ട് മാത്രമേ എലിസബത്തിനെ തളർത്താൻ പറ്റുന്നെങ്കിൽ തളർത്തും, അല്ലെങ്കിൽ എലിസബത്തിന് വേറെ ഒന്നും ഇനി നോക്കാനില്ല, ഇനി എന്ത് നോക്കാൻ, ഇത്രയും അനുഭവിച്ച ഇത്രയും മതി. ഒരു സ്ത്രീ ജീവിതത്തിൽ അനുഭവിക്കുന്നതിൽ കൂടുതൽ അബ്യൂസിങ്ങും സെക്ഷൽ ഹരാസ്മെന്റും മാനസിക ഹരാസ്മെന്റും ഫിസിക്കലും എല്ലാം അനുഭവിച്ച ഒരു വ്യക്തിക്ക് ഇനി ഒന്നും നോക്കാനില്ല. മരണത്തിന്റെ വക്കോളം എത്തി തിരിച്ചു പോകുന്ന വ്യക്തിയാണ്, ഡിപ്രഷന്റെ വക്കോളം എത്തി തിരിച്ചു പോകുന്ന വ്യക്തിയാണ്. സോ ഡിപ്രഷനിലേക്ക് ആട് തിറങ്ങി പോയിട്ടും തിരിച്ചു കയറി വന്ന വ്യക്തിയാണ്. ആൻഡ് ഷീസ് എ ഡോക്ടർ ടു. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഇതിൽ വീട് പോവില്ല എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും അവരെ പൊക്കിയെടുത്തുകൊണ്ടും മറ്റു സ്ത്രീകൾക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നെയും. അതുകൊണ്ട് ഇനി ഒരു കമന്റ്സിനും അവരെ തളർത്താൻ പറ്റില്ല എന്ന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് അവർ സ്ക്രീൻഷോട്ട് എടുത്ത് അതെല്ലാം പ്രദർശിപ്പിക്കുന്നത്. അല്ലേ? തീർച്ചയായിട്ടും ചാരിക പറഞ്ഞ കേസിൽ തുടങ്ങുകയാണെങ്കിൽ മനഃശാസ്ത്രപരമായിട്ട് ഒരു ടേം ഉണ്ട്, അതായത് ഒരു ടെർമിനോളജി ഉണ്ട്, നാർസിസ്റ്റ് ഹൂവറിംഗ് എന്ന് പറയും. അതായത് നമ്മളൊരു ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ആ ബന്ധം മുറിഞ്ഞു പോവുകയും അല്ലെങ്കിൽ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പുറത്ത് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറി മൂവ് ഓൺ ചെയ്തു എന്ന് കാണുമ്പോൾ ചില ആൾക്കാർക്ക്, അതായത് ഈ റിലേഷന്റെ അപ്പർ സൈഡിലുള്ള പങ്കാളിക്ക് അത് അത്ര പിടിക്കില്ല. വീണ്ടും തന്റെ ഓർമ്മകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ സ്വാഭാവികമായുള്ള ജീവൻ നയിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേക അസൂയ കാരണം വീണ്ടും ഇങ്ങനത്തെ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ചില തോട്ടുകളൊക്കെ ഇട്ടുകൊടുക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില ആൾക്കാരെയൊക്കെ ഇടപെടുത്തിക്കൊണ്ട് ഇവരെ വീണ്ടും മാനസികമായിട്ട് തകർക്കുക എന്നുള്ളത് ചില ആൾക്കാരുടെ ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് മാനസികമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ചില പങ്കാളികളുടെ. അത്തരത്തിൽ ബാല അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഈ ബാലയുടെ പങ്കാളികളൊക്കെ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എലിസബത്ത് ഉദയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഒരു വൈരാഗ്യം തോന്നേണ്ട ഒരാവശ്യം ഒരു മലയാളികൾക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ ഉണ്ടാവേണ്ട ആവശ്യം നമുക്ക് തോന്നുന്നില്ല. എലിസബത്ത് വേറെ മാരേജ് ചെയ്യുകയോ എലിസബത്ത് വേറെ ആരുടെങ്കിലും പുറകെ അലിഗേഷൻസ് ഉണ്ടാക്കിയോ ഒന്നും ചില വൃത്തിയായിട്ട് പഠിക്കുന്നു, അവരുടെ വർക്കുകൾ ചെയ്യുന്നു, അവർ സോഷ്യൽ വർക്കാണ് ചെയ്യുന്നത്. ബിക്കോസ് ഷീസ് എ ഡോക്ടർ. അവരുടെ പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അവർ ആരെയും ശല്യപ്പെടുത്താൻ വരികയോ ആർക്കെതിരെ കമന്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ലാതെ അവരുടെ മാത്രം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഷെയർ ചെയ്യുവാണ് ജനങ്ങളുടെ. പ്രധാനമായിട്ട് അവർ ഈ ട്രാവൽ വ്ലോഗുകളൊക്കെ ഒരുപാട് പങ്കുവെച്ച് ലൈഫ് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുക, പുതിയ സ്ഥലങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നു, നല്ല ഫുഡ് കഴിക്കുന്നതിനെ പറ്റി ഷെയർ ചെയ്യുന്നു. സന്തോഷമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതിൽ എന്തോ ഒരു പ്രശ്നമുള്ള ആൾക്കാർ തന്നെയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനത്തുള്ള കമന്റുകൾ ഇടുന്നത്. പക്ഷേ എലിസബത്ത് പറഞ്ഞ കണക്ക് അതിനെ അത്ര മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യക്തിപരമായിട്ട് എലിസബത്തും നമ്മൾ സ്ട്രോങ് ആണെന്ന് പറയുമ്പോഴും അത്തരത്തിൽ എലിസബത്തിനെ ഇതൊക്കെ ബാധിക്കും, അല്ലെങ്കിൽ എലിസബത്തിന് കുറെ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനത്തുള്ള കമന്റുകളൊക്കെ ഏതെങ്കിലും രീതിയിൽ എലിസബത്തിനെ തളർത്തുമെന്ന് ബോധ്യമുള്ള ആരെയൊക്കെ തന്നെ ആയിരിക്കണോ എന്റെ പുറകിലുള്ളത്. എലിസബത്ത് കുറെ കൂടെ അതുകൊണ്ട് അല്പം കൂടി മെച്ചുറായിട്ട് ഇക്കാര്യത്തിലൊക്കെ എന്താണ് അതിനെ ഒരു മൈൻഡ് ചെയ്യാതെ വിടുക. എലിസബത്ത് പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളിലേക്ക് അതിന്റെ നന്മകളിലേക്കും ഒക്കെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെ ഈ നമ്മൾ ഈ പറയുന്ന പോലെ കുരയ്ക്കുന്ന കമന്റുകളെയൊക്കെ നോക്കി ജീവിക്കുകയാണെങ്കിൽ പിന്നെ അതിനെ നമുക്ക് അത്രേ ഉള്ളൂ. എലിസബത്ത് കുറേയൊക്കെ അതിൽ നിന്ന് പഠിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും എലിസബത്തിന് ആ ഒരു ആർജവം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം എലിസബത്ത് സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി എന്തായാലും ഞാൻ തളരാനൊന്നും പോകുന്നില്ല. അന്ന് കസ്തൂരി പറഞ്ഞപ്പോൾ ഒരു മൈൻഡ് സെറ്റ് അല്ല, അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് അല്ല ഇന്ന് എലിസബത്ത് തിരിച്ചു കാണിക്കുന്നത്. തീർച്ചയായിട്ടും എലിസബത്തിന് ഇപ്പോൾ ഒരു നമ്മുടെ കോടതിയിൽ വിശ്വാസമുണ്ട്. നേരത്തെ ജയ് സൂചിപ്പിച്ച പോലെ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഒന്നും തന്നെയും എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. എലിസബത്ത് പറഞ്ഞതിൽ ഒരു കോള് പോലും എനിക്ക് വന്നിട്ടില്ല, ഞാൻ ഇത്രയും പീഡനങ്ങൾ അനുഭവിച്ചു എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ അതൊരു ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് ഇത്രയും അവരൊരു നല്ല ഫാമിലിയിലെ ഒരു ഡോക്ടർ ഫാമിലിയിലെ ഒരു കുട്ടിയായിരുന്നു, ഒരു ഡോക്ടറാണ്, MBBS കഴിഞ്ഞ് PG ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും അവരനുഭവിച്ച ഒരു സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് ഇങ്ങനെ ഒന്നും പറയില്ല എന്നറിയാം. അവരനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. നേരത്തെ ഒരാളുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഒരു മാധ്യമങ്ങളോ ഒരു മനുഷ്യാവകാശ പ്രവർത്തകരോ അവരെ അന്വേഷിച്ച് ചെല്ലുകയോ അവർ ജീവനോടെ ഉണ്ടോ, അവർ ഡിപ്രഷനിൽ നിന്ന് ഓവർകം ചെയ്ത് അവർ സൂയിസൈഡ് ചെയ്യുന്ന ലെവലിൽ എത്തിയോ, അത് അവർ രക്ഷപ്പെട്ടു എന്ന് അന്വേഷിച്ചിട്ടില്ല. അത്രയ്ക്ക് നല്ല മഹത്തരമായിട്ടുള്ള സഹോദര സ്നേഹമുള്ള പ്രബുദ്ധരായ മലയാളികളാണ് നമുക്കുള്ളത്. ആകെ ഏതോ 1-2 വിരലുണ്ടാവുന്ന ഓൺലൈൻ ചാനൽ ഒഴിച്ചാൽ ആരാണ് എലിസബത്തിന്റെ കാര്യം ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്? ബാക്കി എന്തെല്ലാം എടുത്ത് ചർച്ച ചെയ്യുന്നു. അണിറോസിന്റെ കാര്യങ്ങൾ, രേണുസുതിയുടെ കാര്യങ്ങൾ, വേണ്ടാത്ത എന്തെല്ലാം കാര്യങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുന്നു. മറ്റുള്ളവരുടെ ഈ പ്രൈവറ്റ് ലൈഫിൽ കയറി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരെ തേജോവധം ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ടും എലിസബത്ത് ഉദയന് വേണ്ട ഒരു സപ്പോർട്ട് നമ്മൾ മലയാളികൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരുമല്ലേ ജയ്? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന് മുകളിലുണ്ടെന്ന് അപ്ഡേഷൻ എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സൊസൈറ്റിയുടെ മുന്നിൽ അഡ്രസ്സ് ചെയ്യുന്നത്. കാര്യം എലിസബത്ത് ഉദയനും അത് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ് മീഡിയ ആവട്ടെ ഓൺലൈൻ ചാനലാവട്ടെ തന്നെ പറ്റി പറയണം, തൻ്റെ അവസ്ഥകൾ പൊതു മധ്യത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത് എലിസബത്തും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും അതിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും അതിന് മുന്നിട്ട് വരുന്നില്ല എന്നുള്ള സങ്കടങ്ങളും പലപ്പോഴും എലിസബത്ത് പറയുന്നുണ്ട്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എലിസബത്ത് ലൈഫിൽ ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന ഇങ്ങനത്തുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി പറയുന്നു എന്നുള്ളതിന് വ്യക്തമായൊരു കാരണമുണ്ട്. നാളെയല്ലേ എലിസബത്ത് പലപ്പോഴും പറയുന്ന കാര്യം, നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ലൈഫിൻ്റെ പല സ്റ്റേജുകളും അനുഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്നെ ആരൊക്കെ ത്രെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അറിയണം. കാര്യം എലിസബത്തിന്
നാളെ ഒരാൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നുള്ള പേടി മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ട്. അതിനെ ഒരു പരിധിവരെ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തനിക്ക് ഇത് ആൾക്കാരെ അറിയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം തൻ്റെ മാത്രം സോഷ്യൽ മീഡിയ ആണ് എന്നുള്ള വ്യക്തമായ ബോധ്യം എലിസബത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും എലിസബത്ത് നമ്മളോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് എലിസബത്ത് ഓരോ എപ്പിസോഡായിട്ട് ലൈവുകളാവട്ടെ അല്ലാതെ ആവട്ടെ പല വീഡിയോയിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും എന്തായാലും എലിസബത്ത് ഇനിയും വളരെ മനക്കെട്ടിയോടുകൂടി തന്നെ മുന്നോട്ട് പോകട്ടെ. ജീവിതം ഈ പറഞ്ഞ പോലെ ആസ്വദിച്ച് തന്നെ പല നല്ല യാത്രകളുമൊക്കെ നടത്തി കുടുംബമായിട്ടൊക്കെ നല്ല സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്ത് എലിസബത്ത് വീണ്ടും മനക്കെട്ടി ആർജിച്ചുകൊണ്ട് വീണ്ടും ഒരുപാട് ലൈഫിൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം.